മണി 7 ഈ നേരമായിട്ട് ഉറക്കു പിടിച്ചില്ല. ഒരു ഗ്ലാസ് ചൂട് വെള്ളം അനച്ചത് ഇവിടെ ആരും ഇല്ലേ? എടാ ഉണ്ണി, നീ എന്തുവാണ് പ്രകൃതേ? അതല്ലെന്ന്, ഇവിടെ ചേച്ചിയുണ്ട്, പിന്നെ ചേച്ചിയുടെ മോളുണ്ട്, എന്റെ മോനുണ്ട്. ഒരു കാക്കും ഒരു ഗ്ലാസ് വെള്ളം ചൂടുള്ള ഞങ്ങൾക്ക് അനക്കി തരാൻ പറ്റും? എടാ ഇവിടെ എല്ലാരും ഉണ്ട്, പറഞ്ഞിട്ട് എന്താ? എടാ ഞാനിപ്പോ അവളെ വിളിക്കാൻ പോയതാ, നീ കുറച്ച് പറയല്ലേ. ഞാൻ വിളിക്കാൻ പോയപ്പോഴേ അവിടെ പറയാണേ, ഹോ ഇവിടെ എനിക്ക് ഉറങ്ങാൻ പോലെ ഒരു സ്വാതന്ത്ര്യം തരത്തില്ലെന്ന്. എടാ ഇവള് ചെറുപ്പം മുതലേ ഇവളുടെ സൂക്കേടാ ഇത്. പഠിക്കാൻ പറഞ്ഞാൽ പഠിക്കത്തില്ല, ഈ പുതച്ചു മൂടി കിടന്ന് ഉറക്കവാ. അന്നൊക്കെ ഞാൻ നല്ല കൊടുക്കുമായിരുന്നു. സത്യം പറഞ്ഞ് ഇപ്പൊ 2 കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയതാ. ആ ഓട്ടെന്ന് വിചാരിച്ചു. പാതി രാത്രി വരെ ഫോണിൽ കുത്തി കുത്തിക്കൊണ്ടിരിക്കും. പാരാത്രി ആയാലും കിടന്ന് ഉറങ്ങൂല. അതാണ് എങ്ങനെ നേരം വെളുപ്പാൻ കിടത്തി കഴിക്കണം. എങ്ങനെ നിനക്കിപ്പോ എന്തോ വേണ്ട, ഒരു ഗ്ലാസ് ചായ വേണം, കട്ടൻ അല്ലേ? അല്ല പിന്നെ ചേച്ചി അതാണ് പറഞ്ഞത്. കട്ടൻ ചായ അല്ല ഇവിടെ പ്രശ്നം. ഇത്രയും നേരം വരെ ഈ പിള്ളേർ കിടന്ന് ഉറങ്ങുന്നത് വീട്ടിന്റെ ഐശ്വര്യം പോവും, അറിയാം. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കാലത്തെ അതൊന്നും അല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം, അറിയാവോ? നീ ഒന്ന് വാ, അടുക്കളോട്ട് വാ, നമുക്ക് കട്ടന് വിട്ട് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ രസിക്കാം. വാ, എണ്ണിക്കോട്ട്. കിടന്ന് ഉറങ്ങാൻ അവര് കിടന്നുറങ്ങട്ടെ, ഞാനില്ലേ ഇവിടെ. എടാ ഉണ്ണി, ഞാനേ എനിക്ക് ഇങ്ങനെ പഴയ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തപ്പോഴേ നമ്മുടെ അമ്മേ സ്കൂള് വിട്ട് വന്നാ ഉടനെ തന്നെ ഒരു 5:30 മണിയായാൽ എടേ വേഗമാട്ടെ, കുളിച്ചിട്ട് വന്ന് വിളക്കൊക്കെ ഒന്ന് കത്തിക്ക്. എന്നിട്ട് അപ്പൊ എന്നോട് പറയും, വിളക്ക് കത്തിച്ച് നാമം ചോദിക്കാതെ നിനക്കൊന്നും തരത്തില്ലെന്ന്. അപ്പൊ എന്റെ ജോലിയായിരുന്നു ഈ വിളക്ക് കത്തിക്കല്. അങ്ങനെ വിളക്ക് കത്തിച്ച് നാമമൊക്കെ ചോദിച്ച് രാത്രിയിൽ ഒരു കുറച്ചു നേരമൊക്കെ ചുമ്മാ ഉഴപ്പല പഠിക്കുമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങണേ. അപ്പൊ അതൊക്കെ അങ്ങനെ ഞാനിരുന്ന് ഇങ്ങനെ ആലോചിക്കും. നീ ഇതൊക്കെ ആലോചിക്കാറുണ്ടോ? ആലോചിക്കാനല്ല, ചേച്ചിക്ക് അറിഞ്ഞൂടെ? അച്ഛൻ 4 മണിക്ക് എന്നെ വിളിച്ചു ഉണർത്തൂലേ? ഉണർത്തി ഓടാ പുല്ലെടുത്ത് കൊണ്ടുപോവാ. ഞാൻ കൂടെ പുല്ലെടുത്ത് കൂടെ കൊണ്ടുവരും, ചുമരം കട്ടൻ തരും, അതും കുടിക്കും, ബുക്ക് കൊടുത്തോണ്ട് വീട്ടിൽ. ആ ചേച്ചിക്ക് അറിയാലേ? എനിക്കറിയാം. ഇപ്പോഴത്തെ പിള്ളേർ ഇതൊക്കെ പറഞ്ഞ എവിടെ കേൾക്കാൻ. എനിക്ക് ഇവിടെ ഇപ്പൊ അധികം നേരം അങ്ങനെ നിക്കാൻ വയ്യ കേട്ടോ. വല്ലാത്ത മുട്ടുവേദനയാ, പ്രായമായി. ചേച്ചിയായി മുട്ടുവേന എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയുർവേദ മരുന്ന് കിഴി മറ്റേതൊക്കെ നോക്കിക്കൊണ്ട് നടന്നാ മതിയാ. പിന്നെ എന്നെ ഇട്ടെന്ന് പറഞ്ഞ മുട്ടുവേന പോകൂല. പിന്നെ അല്ല, അറിവുള്ള ഡോക്ടർമാർക്ക് കൊണ്ട് കാണിക്കണം. എനിക്ക് ഡോക്ടറെ അടുത്ത് പോകാൻ പേടിയാ. അതായത് പണ്ടേ എന്റെ കാലിലൊരു ആണി കുത്തി. അപ്പൊ ഒരു ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ ഡോക്ടർ ഇങ്ങനെ സൂചി എടുത്തോണ്ട് ഇനി ഇഞ്ചക്ഷൻ ചെയ്യാൻ വരുന്നത് കണ്ടപ്പോ തന്നെ അതിന് മുമ്പേ ഞാൻ തലറിഞ്ഞങ്ങ് വീണു. എനിക്ക് അതുകൊണ്ട് ഡോക്ടറെ കാണാൻ ഭയങ്കര പേടിയാ. എന്ത് ചെയ്യാം, മക്കളൊക്കെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാ പിന്നെ നമ്മളൊരു അനാഥ പോലെ തന്നെ. അതിനല്ലേ ഞാൻ പുതിയ വഴിയൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നേ. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അങ്ങനെ ഒരു ടൂർ പോകും. അത് കഴിഞ്ഞ് നല്ല ഹോട്ടലിൽ കയറി നല്ലോണം കൊണ്ട് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് ഡെയിലി ജൂംബ ഡാൻസ്. ഞാനേ സത്യം പറയാം, എനിക്ക് പ്രായമായും തോന്നലേ ഇല്ല. എന്തൊരു ആരോഗ്യം. മുട്ടുവേദന ഇടയ്ക്കുണ്ട്, അത് വയ്ക്കോളും. ഞാൻ അതല്ല ആലോചിക്കുന്നത്. എന്താ ആലോചിക്കുന്നത്? റാം ഗൾഫിൽ പോകുമ്പം അവളെയും കൂടെ കൊണ്ടുപോയാ ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ? പിന്നെ എനിക്ക് ഇത്തി ചൂടുള്ള അനുസരിച്ച് ആളുണ്ട്. ഇവിടെ കിടന്ന് ചത്ത പോലും ഒരു കുഞ്ഞുങ്ങളും അറിയില്ല. നീ ഇതൊക്കെ എന്തിനാ ഇപ്പൊ ചിന്തിക്കുന്നേ? ആര് പറഞ്ഞു നീ ഇപ്പൊ ചാവുന്നു? നീ എന്നെ കാട്ടി അല്ലാതല്ലേ? അത് കൊള്ളാം. അതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും, വർക്ക്ഷോപ്പിലേ ചായ കുടിച്ചിട്ട് വർക്ക്ഷോപ്പിൽ പോയി എന്തെങ്കിലും പണിയുണ്ടോ നോക്ക്. ചെല്ലേ, ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമൊന്നും ഇല്ല. ചെല്ലേ ചെല്ലേ. നിനക്ക് പെരുന്തച്ഛൻ അറിയാമോ? എന്തോ പെരുന്തച്ഛൻ. അച്ഛനല്ലടാ, തച്ചൻ, പെരുന്തച്ഛൻ. തച്ചൻ എന്ന് പറഞ്ഞ ആര്? അറിഞ്ഞൂടാ. നീ കണ്ടിട്ടുണ്ടാ? പരിചയപ്പെടാൻ പറ്റില്ല. തന്നെ പരിചയപ്പെടാന്ന് പറഞ്ഞാലേ എന്റെ അപ്പൂപ്പന്റെ കാലത്തുള്ള ആളാണ്.
നിനക്ക് പരിചയപ്പെടാൻ പറ്റൂല കേട്ടാ. അങ്ങനെ എന്തെന്നറിയാമോ? എന്താന്ന്? തടിയില് കല്ലില് ഒക്കെ നല്ല ശില്പങ്ങളുണ്ടാക്കും. ഇവരുണ്ടാക്കും ശില്പം. ശില്പങ്ങളുണ്ടാക്കി അതില് ശില്പത്തിങ്ങനെ തട്ടിയാ മതി. ഞാൻ കാണിച്ചതല്ലടാ. ഇങ്ങനെ തട്ടിയ ഉടൻ അതിന് സംഗീതം. അതേപോലെ നമ്മളെ ഈ വണ്ടി, സ്കൂട്ടർ, കാറ് ഇതിലൊക്കെ ഒരു സംഗീതമുണ്ട്. അത് നിനക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. നോക്ക്, നമ്മള് ഇപ്പോഴേ സംഗീതം നോക്കണം. അത് പറയണം. ഇങ്ങനെ എങ്ങനെ സംഗീതമാണ്. നോക്ക്, ഈ വണ്ടിക്ക് സംഗീതം കൊണ്ട് എന്തൊരു കുഴപ്പമുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഈ വണ്ടിക്ക് എന്തിനാണ് കുഴപ്പം? എന്തോന്ന് കുഴപ്പം? ചെയിന് ലൂസ്. നിനക്ക് ഈ മാസം മുതൽ 5 രൂപ കൂട്ടിയിട്ടുണ്ട്. കൺകണ്ട ദൈവമൊന്നുമില്ല. നീ എന്തൊരു പറഞ്ഞാലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമേ പുകഴ്ത്താവും. അപ്പോഴേ 5 രൂപ കൂടും. നീ എത്ര പോയിട്ടാലും ഇനി പൈസ കൂട്ടൂല. 5 രൂപ കൂട്ടിയിട്ടുണ്ട്. നീ ഈ സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ അതിന്റെ ഇടയ്ക്ക് നിങ്ങളൊക്കെ തുടച്ച് വേണാനെ. ഹലോ, നീ ആ സാധനങ്ങളൊക്കെ എടുത്ത് അതിൽ അങ്ങോട്ടൊക്കെ മാറ്റി, മറ്റേ നട്ടുപോട്ടൊക്കെ എടുത്ത് മാറ്റിയില്ല. മറ്റേ അവിടെ വിട്ട് പിന്നെ വീട് വിട്ട് ഇവിടെ പോവാടെ വയസ്സായ കാലത്ത്. ഇവിടെ പോവും. തന്നെ തന്നെ കല്യാണം ഇതറിയണ്ട, അറിയിക്കാണ്ട് അവരെയൊക്കെ ഞാൻ അറിയാം. തന്നെ. ഓ, കുഴപ്പമില്ല. എങ്കിലും ഒരു കാര്യം, ഈ കൂടെ ഇങ്ങോട്ട് വിളിക്കുന്നതാണ് എനിക്ക് ആശ്വാസം. ഓ, ആ സൗകര്യം പോലെ ഞാൻ അങ്ങോട്ട് വരാം കേട്ടാ. ശരി ശരി, വച്ചല്ലേ. ഓ, പോടാ പോടാ, നീ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോ. ഞാനാണെങ്കിൽ രാവിലെ മൂടോട്ടിട്ട് നിൽക്കായിരുന്നു. രാവിലെ തന്നെ കുറച്ചു മുമ്പ്. അതായത് 2 മക്കളുള്ള ഒരു പെണ്ണുമ്പിള്ള മക്കളെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ പോയെന്ന്. ഓ, എന്നാ ഭാര്യയും മക്കളെയും വിഷം കൊടുത്ത് കൊന്നിട്ട് ഒരുത്തൻ കാമുകിലൂടെ പോയത്. ഇതൊക്കെയാണ് വാർത്തകൾ. കംപ്ലീറ്റ് അവിഹിതമാണ്. മനസ്സിലായി? ഫേസ്ബുക്ക് എടുത്താലും ഒപ്പിച്ചു വെച്ചിട്ട് നിക്കന്നെ അവീതമല്ലോ. എന്നെ പേടിച്ചിട്ട് പറയണ ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒന്നിനെ എനിക്ക് നോക്കാമെന്ന് വിചാരിക്കും. അപ്പോഴാണ് ഇനി അടുത്ത അവിഹിതത്തിന് കൂടെ പോണം. നിങ്ങൾ ഈ രാവിലെ തന്നെ ഇത്ര ഡാർക്കായിട്ട് സംസാരിക്കുന്നു. ഡാർക്കാ? ഇത് സംഭവം നിനക്കറിയാം. കാര്യം സിമ്പിളാണ്. അതായത് ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ ഡാർക്കൊക്കെ സംഭവിക്കും. ചേട്ടാ, അത് പറഞ്ഞപ്പോഴാണല്ലേ നമ്മുടെ ഈ കുടുംബത്തിന്റെ ആ ഒരു ബന്ധങ്ങൾ, വാല്യൂസ് ആൻഡ് മോറൽസ്, അതിനെ കുറിച്ച് നമുക്ക് സൊസൈറ്റിക്ക് ഒരു അവയർനെസ് പോലെ ചെയ്യണം. എന്ത് പറയുന്നു? നല്ലൊരു ആശയല്ലേ? എന്തോടാ നീ ശ്വാസം ഇടാതെ? എന്താണ് പ്രശ്നം? നിന്റെ കൃത്യത്തെ വാക്കുകളൊക്കെ നീ എവിടെ നിന്ന് പഠിച്ചടാ? നിങ്ങൾ അവരുടെ പോയി സംസാരിച്ച ഈ കാര്യം കാര്യം പറ. എന്താണ്? പുഷ്പ എന്തോടാ പറയുന്ന? ഒരു പെണ്ണ് കുറെ നേരം കൊണ്ട് വിളിക്കണം.
വിളിച്ചിട്ട് ആശാൻ പറഞ്ഞ് എനിക്ക് നെഞ്ചുവേദന എടുക്കണം. നീ കാര്യം പറ, നീ എന്താണ്? അങ്ങോട്ട് ചെല്ലാന്നൊക്കെ പറഞ്ഞ് നിക്കാന്. ഒറ്റ അടി കരണക്കുട്ടിയായിട്ട് അടിച്ചെന്നുണ്ടല്ലോ കള്ളത്തരം പറഞ്ഞത്. ഇത് ഇവന്റെ എല്ലാ പ്രാവശ്യത്തെ പരിപാടിയാണ്. മിണ്ടാരി കുറിപ്പുണ്ടാക്കണാണ് കേട്ടോ, ഒന്നും വിശ്വസിക്കല്ലോ. എടാ നീ 24 മണിക്കൂർ അങ്ങേറെ കൂടെ നടന്നിട്ട് ഞാനാണെങ്കി ആശാന്റെ കൂടെ നിഴലില് പോലെ എന്നിട്ടാണ് നീ അപവാദമൊക്കെ പറയണത് അങ്ങേരെ പറ്റി? അങ്ങനെയാണെങ്കിൽ വല്ലപ്പോഴും 2 പേർക്ക് അടിക്കുന്നേ ഉള്ളൂ, എന്നിട്ടാണ് ഇവ ഇത്രയും പറയണത്. സത്യമല്ലെന്ന് വിചാരിക്കണെങ്കി ഞാൻ കാണിച്ചു തരാം. വാ വാ, ചുമ്മാ ചേട്ടാ അത് വിശ്വസിക്കാൻ പോണ. കണ്ട നോക്ക്, കണ്ണു കിടന്ന് നോക്ക്, കണ്ട കണ്ട. പറഞ്ഞത് ശരി തന്നെ, എങ്കിലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റി. അതല്ല കണ്ട ചേട്ടാ, ഞാൻ വെച്ചപ്പോ വെറുതെ പറയണെന്നാണ് വിചാരിച്ചത്. അതിപ്പോ ഫോണിൽ ഒരാൾ കാര്യമായിട്ട് സംസാരിക്കുന്നു. അല്ല, ഇത് സ്റ്റൈലൊക്കെ നോക്ക്, എക്സ്പ്രഷനൊക്കെ നോക്ക്. അമ്മച്ചി, ഇപ്പോഴത്തെ സാഹചര്യത്തില് ആശാന്റെ അമ്മയും അച്ഛനും അമ്മച്ചിയാണ്. ആ ഒരു ഇത് അമ്മച്ചി അങ്ങ് ഏറ്റെടുത്തോണം. പിന്നെ ആശാന്റെ അമ്മച്ചിയുടെ ഒരു കണ്ണ് എപ്പോഴും ആശാന്റെ മേലിൽ വേണം, അല്ലെങ്കിൽ അത് പണിയാവും. കൊച്ചു ചെറുക്കനാണെങ്കിലും നീ പറയുന്നതിൽ സത്യം ഉണ്ടെങ്കിൽ ഞാനൊരു തീരുമാനം എടുക്കണം. അതിന് വേണ്ടിട്ടാണല്ലോ ഞാൻ ഇത്രയും ഉപകാരമൊക്കെ ചെയ്തത്. നീ പറയുന്നത് കള്ളമാണെങ്കിൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനം ഞാൻ എടുക്കും. അമ്മച്ചിക്ക് സത്യമാണെങ്കിൽ താനല്ലെന്ന് തോന്നുന്നെങ്കിൽ ഇനി വാ, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. എവിടെയാ? അവിടെ സംസാരിക്കുന്നുണ്ട്. കണ്ട 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 കണ്ട, ഞാൻ പറഞ്ഞ വിശ്വാസമായ കണ്ട കണ്ട. മൊത്തത്തിലൊരു ലവിന്റെ ട്രാക്കില്ല, ഒരു കാമുകനെ പോലെ തോന്നുന്നുണ്ട്. കണ്ട ഇപ്പൊ വിശ്വാസമായ? വരട്ടെ കേട്ടോ, എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നീ ഇതേ ഇതൊന്നും കണ്ട് പഠിക്കണ്ട. ആനേ ചിന്നൊക്കെ വിളിക്കുന്നു. ഭയങ്കര എരിയടാ. ഭയങ്കര എരി. പുളിപ്പോ ചുമ്മാ പരിയാസം അടിക്കാടാ. തിന്നടാ. താഴോട്ടാക്ക താഴോട്ടാക്കാൻ. ഹലോ, ഞാനിവിടെ ആഹാരം കഴിച്ചോണ്ടിരിക്കും. അതും നമ്മളായിട്ടുള്ള സ്വകാര്യതയല്ലേ. അയ്യ, അത് നമ്മളാരും അറിയേണ്ട ആവശ്യമൊന്നും. അങ്ങനെ ഇവിടെ ആൾക്കാരെ കഴിയും. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി അങ്ങോട്ട് വിളിക്കാന്ന്. നീ പോണ വൈ. ഊണ് വെച്ചോണ്ടിരിക്കല്ലേ. അയ്യ വൈ. അങ്ങനെ ഇരിക്കുന്നു. നിങ്ങൾ ചോദിക്കാത്തത് ഈ വയസ്സുകാലത്ത് ഏതവള്
ഇങ്ങനെ ഇനി ഇപ്പൊ സംസാരിച്ച കാര്യമില്ല, ചോദിക്കാത്തത് സ്വകാര്യതയില്ലേ ഒരാളിരിക്കുന്നത്? നല്ല ഹൈലൈറ്റ്, ഇവിടെ മൊത്തം ആൾക്കാർ കേട്ടോണ്ടിരിക്കണം, നമ്മൾ ശ്രദ്ധിച്ച. അപ്പൊ ചോദിക്കാം, ഞാൻ ചോദിക്കാം, എനിക്കൊന്നൊന്ന് പേടി ചോദിക്കാൻ. പിന്നെ ചോദിക്കാം. അപ്പൊ ഹലോ, അങ്ങോട്ട് വരെ ശരി ശരി ശരി. അപ്പച്ചി ഇപ്പൊ വേണമെങ്കിൽ ചോദിക്കരുത്. അപ്പച്ചി ചേച്ചിയില്ലേ? പുഷ്പല്ലേ ഇപ്പൊ വിളി? പുഷ്പ ഏതോ കളവിയായിരിക്കും. അല്ല, അമ്മയുടെ വളർത്തു ദോഷം അല്ലാതെ. ഞാൻ എന്തോ ചെയ്യാന്? വളർത്തു ദോഷം ഇങ്ങനെ വായി നോക്കി നടക്കും. ഞാൻ എന്ത് ചെയ്യാന്? അമ്മ ചോദിക്കൊന്നുമില്ല, ചേട്ടാ വേണമെങ്കിൽ ചോദിച്ചു. ഞാൻ ഈ അളിഞ്ഞ ഗ്യാസ് ചോദിക്കാനാ. എന്നെ കൊച്ചാക്കരുത് കേട്ടോ, എനിക്ക് ചോദിക്കാനൊക്കെ അറിയാം കേട്ടോ. ഞാൻ ചോദിക്കും. ഈ പുഷ്പാക്കനാ? അതൊക്കെ ആര്? ആരത്? കളിക്കുള്ള സൈഡിലോട്ടുള്ള നിങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കണല്ലോ, ചോദിക്കണമെന്നില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട മാറ്ററാണ് ഞാൻ പറഞ്ഞേക്കാം. ഈ അളിഞ്ഞ ഗ്യാസ് സൂക്ഷിച്ചേ, നന്നായിരിക്കും. അപ്പച്ചി ചോദിച്ചാ അപ്പച്ചിക്ക് ചോദിക്കണ എന്തോ കുഴപ്പം? ഞാൻ എത്ര പ്രാവശ്യം പറയണം? പതുക്കത്തിന് ഇങ്ങനെ ഉറച്ചില്ലേ പറയണം? എനിക്ക് എപ്പോഴെങ്കിലും സംശയമൊക്കെ ഉണ്ടായിട്ടുണ്ടോ മുമ്പേ ഞാൻ ശ്രദ്ധിച്ചില്ല, ഇപ്പൊ എനിക്ക് മനസ്സിലായി. കണ്ടോ, ഇപ്പൊ കുറച്ചു നാളായിട്ടുള്ളതായിരിക്കും ഇതൊക്കെ. വർത്താനം കണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എല്ലാരും ഉള്ളു. ഞാൻ പിന്നെ വിളിക്കാം. എന്തൊരു ഒലിപ്പീര്, ഇതിന്റെ പേര് ഒലിപ്പീര്. കണ്ട് കൊടുക്കണമെന്ന് എനിക്ക് കൊടുക്കാത്ത അത് തന്നെ. അത് ശരിയാവൂലെന്ന്. ഇനി ഒരു കല്യാണം കഴിക്കാൻ പറ്റൂലെന്ന് ആവശ്യമില്ലാതെ. അത് നമുക്ക് പറ്റിയതല്ല, അത് ശരിയാവൂല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, അത് നടക്കാത്ത കേസ്, കല്യാണമൊന്നും നടക്കൂല. വലാതി എടി മൂതവി, നീ ആരാണ്? എടി മൂതവി, നീ ആരാന്ന് കാണിച്ചാലാണ് നിനക്ക്? പ്രായമായ ആൾക്കാരെ വഴിതെറ്റിക്കാൻ ഇറക്കിന്റെ മൂതവി വെച്ചിട്ടുണ്ടോ നിനക്കാന്? എടി ഞാൻ ആരാന്ന് നിനക്ക് അറിയാവോ? ഞങ്ങളുടെ കുടുംബമേ കളരിക്കാരാ. നിന്നെ നേരി കണ്ട വെട്ടി നിർത്തി പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു വയസ്സനെ വഴിതെറ്റിക്കാൻ നടക്കുന്നുണ്ട് തെണ്ടി. വെച്ചിട്ടുണ്ടോ നിനക്ക്? എന്ത് എന്ത്? യോ സോറി സർ, ക്ഷമിക്കണേ, തെറ്റിപ്പോയി. എന്തോന്ന് നീ കാണിച്ചത്? വെച്ചിട്ടുണ്ട്. നീ എന്തോന്ന് കാണിച്ചത്? എന്തൊരു കാണിച്ചത്? എന്റെ എന്തിനു പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞു? എനിക്ക് തെറ്റിപ്പോയി. ഒന്നുമില്ല. ചോദിച്ചാ അച്ഛാ ഇപ്പൊ എന്തോ കാണിച്ചത്? ഞാൻ എന്തിനു കാണിച്ചേ? ഏഴവളെ വിളിച്ചോണ്ടിരിക്കണത്? ഞാൻ വിളിച്ചില്ലേ? പുഷ്പ, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ല. എന്റെ പൊന്നെ പറഞ്ഞു കൂടാടി. അമ്മക്ക് എന്തോന്നത്? എടാ, അത് പുഷ്പയല്ല, പുഷ്പാങ്കദനാ. ഒരു സൈക്കാട്രിസ്റ്റാ. എന്റെ കൂട്ടുകാരൻ അവനാണ് എന്നെ വിളിച്ചോണ്ടിരുന്നത്. എന്താണ് നിങ്ങളെല്ലാം കൂടെ എന്നെ കല്യാണം കഴിക്കാൻ പോണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എടാ നീ എന്നെ എടാ പോട്ടാ, എനിക്കൊരു തെറ്റ് പറ്റിയത് കേട്ടോ. നീ അങ്ങ് ക്ഷമിക്കും. പോട്ടെ മാമ. അയ്യോ, എന്നാലും നിങ്ങൾ എന്നെ സംശയിക്കണം. അല്ല മാമ, അത് പിന്നെ അപ്പൊ എന്തായാലും എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിഞ്ഞല്ലോ. അപ്പൊ എല്ലാവർക്കും അവരവരെ ജോലി നോക്കി അപ്പൊ പോവല്ല. അച്ഛാ അതെ, ഇവ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടാണ് നമുക്ക്. നീ പോടാ, നിങ്ങളെല്ലാം കൂടെ എന്നെ സംശയിക്കണം. ഉണ്ണി, നീ എന്നോട് ക്ഷമിക്കുക കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റിയതാടാ. എന്റെ ചേച്ചി ഇങ്ങനെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മാമ വിഷമിക്കാതെ. നമുക്ക് ശങ്കര പറഞ്ഞ നമ്മളെ ജോലി നോക്കി പോവാ. അച്ഛാ എന്താ പറഞ്ഞു? എന്റെ ഒരു ജോലി ഞാൻ ചെയ്തിട്ട് വരാം.